1201 ആണ്ട് ഇടവ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പറയുന്നത്. കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. കടം ഉള്ളവർക്ക് ഈ മാസം കുറച്ചെങ്കിലും കടം വീട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം വീട്ടുക, അതിനുശേഷം വലിയ കടങ്ങൾ വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. ശത്രുക്കളെ ജയിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. രോഗങ്ങളുള്ളവർക്ക് തക്ക ചികിത്സ ലഭിക്കുന്നു. ജീവിതത്തിൽ ആകെ ഒരു പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കന്നിക്കൂറുകാർക്ക് ഈ ഇടവമാസം കാണുന്നത്. 2/6/2026 ഗുരു സംക്രമം മൂലം കണ്ടകശനിയുടെ ദോഷം കുറയുന്നു. ഗുണം ഫലവും ലഭിക്കുന്നു. കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ആയതിനാൽ വേഗം കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. മറ്റേ കാര്യം സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒന്നും ആവശ്യം ഇനി വരുന്നില്ല. മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ഉണ്ടായിട്ടുള്ള ദോഷഫലങ്ങൾ മാറിക്കിട്ടുന്നു. വിദേശത്തേക്കോ വിദൂര സംസ്ഥാനത്തേക്കോ പോകാനായിട്ട് സാധിക്കുന്നു. ആ യാത്രയെല്ലാം ഗുണകരമായ രീതിയിലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഭാഗ്യം കൊണ്ട് ഹാർട്ട് അറ്റാക്കിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നു. തക്ക സമയത്ത് ചികിത്സ ലഭിക്കുന്നതിനാൽ അസുഖം ഭേദമാകുന്നു. വാതരോഗം മൂലം കഷ്ടപ്പെടുന്നവർക്കും ആശ്വാസം ലഭിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ദേഹോദ്രവം വരാം. അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. അൾസർ പോലുള്ള രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. കുടലിലെ പുണ്ണ്, വെരിക്കോസ് പുണ്ണുകൾ ഇവയുടെ ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രക്തസംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. പ്രമേഹം പോലുള്ള അസുഖങ്ങളാണ്. അതുപോലെ രക്തത്തിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ബന്ധുവിയോഗം കാണുന്നുണ്ട്. പാഴ്ചെലവുകൾ വന്നേക്കാം. തെറ്റുകൾ ചെയ്യാനുള്ള വാസന ഉണ്ടാകാം. എങ്കിലും തെറ്റുകൾ നിയന്ത്രിച്ചു പോവുക. ഇനി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഉത്രം നക്ഷത്രക്കാരുടേതാണ് ആദ്യം പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വസ്തുവകകൾ, വീട് എന്നിവ കിട്ടുന്നതിനൊരു സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ അച്ഛനും അമ്മയുടെയും കുടുംബ സ്വത്തുക്കൾ, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും കുടുംബ സ്വത്തുക്കൾ വീതം വച്ച് കിട്ടുന്നതായിരിക്കാം. അതുമൂലം ഒരുപാട് അവർക്ക് നന്മകൾ കിട്ടുന്നുണ്ട്. പണപരമായിട്ടും വസ്തുപരമായിട്ടും അല്ലെങ്കിൽ വീടും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, സ്വന്തം അധ്വാനം കൊണ്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ സ്വന്തം അധ്വാനം കൊണ്ട് അവർക്ക് വീട് വാങ്ങാനും ഒരു ഭാഗ്യവും കൂടി ഈ സമയത്ത് അവർക്കുണ്ട്. ഈ കുട്ടിക്ക് ഈ സമയം ചില ഉത്തര നക്ഷത്രക്കാർക്ക് അലർജി മൂലമുള്ള ചില അസുഖങ്ങൾ, ശ്വാസം മുട്ട്, കഫത്തിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ചിലർക്ക് ചില രോഗങ്ങൾ വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അശ്രദ്ധ കാണിച്ച് കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം തടസ്സമാകുന്നില്ല എന്നും കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കൊരു ധനനാശം കാണുന്നുണ്ട്. ബുദ്ധിയും യുക്തിയും ഒക്കെ കൂട്ടിച്ചേർത്ത് വളരെയധികം ആലോചിച്ച് വേണം ഈ സമയത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. പല ആപത്തുകളിലും ചെന്ന് ചാടേണ്ട ഒരു സമയമാണെങ്കിലും അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്തൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുമൂലം വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും കൂടി ഭാഗ്യം കാണുന്നുണ്ട്. ആ ഇഷ്ടമുള്ള തൊഴിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ മനസ്സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ആ തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സാധിക്കും. ധനലാഭം ഉണ്ടാകും. വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകാം. ഉറ്റ മിത്രങ്ങളെ അവർക്ക് ലഭിക്കാം. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, ദുരിതങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളത്.
ബുദ്ധിക്കൊരു സ്ഥിരത വരുന്നു. നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് വളരെ കരുതലോടെ കുറച്ച് ഇരിക്കേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ളവർ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞ് വരുത്തുകയും അതുമൂലം ഒരു അപമാനം, മാനഹാനി എന്നിവ വരാനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു മോശം അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കെണികളിൽ ചെന്ന് പെടാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ജോലി സംബന്ധമായിട്ടാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ ഇണയുടെ ഒരു വേർപാട് ഇവിടെ കാണുന്നുണ്ട്, ഒരു സെപ്പറേഷൻ ഇവിടെ കാണുന്നുണ്ട്. അന്യദേശത്തേക്ക് പോകുന്നതും മതിയാകും. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അല്ലറ ചില്ലറ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരുമെങ്കിൽ തന്നെയും ധനത്തിനും ധാന്യത്തിനും ഒന്നിനും ഒരു കുറവ് വരാതെ അവർക്ക് സസുഖം മക്കളും കൊച്ചുമക്കളുമായിട്ടും ഒക്കെ അവർക്ക് ജീവിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഈ സമയം കിട്ടുന്നുണ്ട്. അടുത്ത അത്ത നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള അത്ത നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ രീതിയിലൊരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. രോഗങ്ങൾ ശല്യപ്പെടുത്താൻ തുടങ്ങാം. ചിലരെ രോഗങ്ങൾ ശല്യപ്പെടുത്താം. കൂടുതലും അലർജി മൂലമുള്ള രോഗങ്ങളാണ്. കഫത്തിൻ്റെ ശല്യം, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ രക്തത്തിൽ അണുബാധ ഉണ്ടാകാൻ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുന്നൊരു സമയമായിരിക്കും. ഇതിൽ ചില അത്ത നക്ഷത്രക്കാരുടെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. മാറി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ദൈവികമായതും ധർമ്മപരമായതുമായ കാര്യങ്ങൾക്ക് ഒരിക്കലും മുടക്കം വരാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ സമയം കുറച്ച് മുടക്കം വരാം, എങ്കിലും മതപരമായ കാര്യങ്ങളൊന്നും മുടക്കരുത്. തനിക്കും ബന്ധുക്കൾക്കൊക്കെ ആപത്ത് വരേണ്ട ഒരു സമയമാണ്. എല്ലാം ഒരു മോശപ്പെട്ടൊരു സമയമാണ്. അതിനാൽ കുറച്ച് ശ്രദ്ധിച്ച് വളരെ ജീവിക്കുക. കോടതി കേസുകൾ, പോലീസ് പരാതികളൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സമയം വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു തൊഴിൽ അവർക്ക് കരസ്ഥമാക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയം കൂട്ടുകിട്ടുന്നത് വളരെ ജാഗ്രതയോടുകൂടി നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും, കഷ്ടപ്പാടുകളും, അപമാനങ്ങളും എല്ലാത്തിനും ഒരു പരിഹാരമായി അവർക്ക് ഈ കാലഘട്ടങ്ങൾ 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ വളരെയധികം ഗുണങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ആ സമയം ധാരാളം ധനം ലഭിക്കാം. അതെല്ലാം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേയൊക്കെ നല്ല ഒരു ഇണയെ കണ്ടുപിടിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. വിവാഹം കഴിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ വീട് സ്വന്തമാക്കുന്നതിന്, ഒരു നല്ലൊരു വീട്, ഇഷ്ടപ്പെട്ട വീട് വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ സാധിക്കുന്നു. ഇതെല്ലാം അവർക്ക് ഈ സമയത്ത് മികച്ച രീതിയിലെല്ലാം നടക്കുന്നൊരു സമയമാണ്. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു രാഷ്ട്രീയ ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അത് പോലീസ് പരാതി, കോടതി നടപടികളിലേക്കൊക്കെ വരാണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ചിലർ മിത്രങ്ങളായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും ചിലർ തെറ്റിദ്ധരിച്ച് നിങ്ങളിൽ നിന്ന് ഈ സമയം കുറച്ച് അകന്നു നിൽക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കും, നിങ്ങൾ തെറ്റുകാരനല്ല എന്നവർ തിരിച്ചു വരാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാതരോഗം, ഈ സമയം വാതരോഗം വരാൻ ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ പിറങ്ങിപ്പോയവരൊക്കെ എല്ലാവരും തിരിച്ചു വരാം. നിങ്ങൾ തെറ്റുകാരനല്ലത് മനസ്സിലാക്കാം. നിങ്ങളെ അങ്ങനെ വിഷമിപ്പിച്ചതിന് അവർ നിങ്ങളോട് പശ്ചാത്തപിക്കാം. നിങ്ങൾക്ക് ധാരാളം ധനവും വാഹനങ്ങളും ഐശ്വര്യങ്ങളും മനസ്സമാധാനവും എല്ലാം ഉണ്ടാകുന്ന ഒരു നല്ല ഒരു സമയമാണിത്. എന്നാലും ഇതിൽ ഒരു സുഖചികിത്സ ഈ സമയം നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. കാരണം ആ വാതരോഗത്തിൻ്റെ ശല്യങ്ങളെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടാനുള്ള ഒരു ഉപാധിയാണ്. അടുത്ത ചിത്ര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കൾ
അത് ഇവരെ ഏതെങ്കിലും സഹായിച്ചുകൊണ്ടിരുന്ന അപ്പൂപ്പനോ അമ്മാവന്മാരോ അമ്മൂമ്മയോ ഒക്കെ ആയിരിക്കാം. അവരെ ഒന്ന് വേർപെടുന്നതിനുള്ളൊരു സാധ്യത, വേർപാടുണ്ടാകാം. അതിൽ ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പം വസ്തുവകകളൊക്കെ ഭാഗം വെച്ച് കിട്ടി അതിൻ്റെ വിഹിതം പൈസയായിട്ട് കിട്ടുകയാണെങ്കിലും അവർ അന്യദേശത്തേക്ക് കുടുംബസമേതം, ഈ കൊച്ചു കുടുംബസമേതം അന്യദേശത്തേക്ക് താമസിക്കുന്നതിനൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് മികച്ച ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അവർ ജീവിതത്തിൻ്റെ ശൈലിയും തന്നെ മാറുന്നതിനൊരു സാധ്യത അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ നല്ല ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും നല്ല മിത്രങ്ങൾ സ്വന്തമാക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. അത് എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അതായത് അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ ചിലർക്ക് അസൂയ ഉണ്ടാവും. അവരെ ആവശ്യമില്ലാത്ത നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും അത് ചിലപ്പോൾ തന്നെ ഒരു പോലീസ് കേസിലൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചാൽ മതി. ഇണയുടെ ഇത് ജോലി സംബന്ധമായിട്ട് ദമ്പതിമാരാരെങ്കിലും ഒരാൾ വിദേശ രാജ്യത്തേക്ക് പോകാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതൊരു വേർപാട് വരുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അസൂയ ഉള്ള ആൾക്കാരെ കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഈ സമയം അവർക്ക് മാറിക്കിട്ടുന്നതാണ്. അതിനെല്ലാം അവർക്ക് ആ കഴിഞ്ഞ കാലങ്ങളിലുള്ള ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ ഒരു പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ കാണാതെ വളരെ നല്ലൊരു ജീവിതമാണ് കാണുന്നത്. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിയും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സസുഖം അവർക്ക് ജീവിക്കേണ്ട നല്ല ഒരു സമയമാണ് ഇപ്പം കാണുന്നത്. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജോപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഇടവ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.